ISLൽ പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കടന്നുപോകുന്നത്. 12 മത്സരങ്ങൾ പിന്നിട്ടപ്പോൾ വെറും 11 പോയിന്റുമായി 10ാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ്. ഇതിനിടെ കോച്ച് മിഗേൽ സ്റ്റാറയെ പുറത്താക്കിയ ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു പ്രതിസന്ധിയും നേരിടുകയാണ്. ആരാധകരാണെങ്കിൽ കട്ടക്കലിപ്പിൽ മറുവശത്ത്. കളത്തിനകത്തും പുറത്തും പ്രതിഷേധമുണ്ടാകുമെന്ന് മഞ്ഞപ്പട വ്യക്തമാക്കി കഴിഞ്ഞു. സീസണിൽ 3 ജയം 2 സമനില 7 തോൽവി എന്നതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അക്കൗണ്ടിലുള്ളത്. പോയിന്റ് പട്ടികയിലെ ആദ്യ 6 സ്ഥാനക്കാർക്കാണ് പ്ലേ ഓഫ് യോഗ്യത കിട്ടുക. നിലവിൽ 10 മത്സരങ്ങളിൽ 18 പോയിന്റുള്ള ജംഷഡ്പൂർ FC ആണ് 6ാം സ്ഥാനത്ത്. 11 മത്സരങ്ങളിൽ 17 പോയിന്റുള്ള മുംബൈ സിറ്റി FC, 15 പോയിന്റ് വീതവുമായി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്, ചെന്നൈയിൻ FC ടീമുകളും കേരള ബ്ലാസ്റ്റേഴ്സിനേക്കാൾ മുന്നിലുണ്ട്. ഇതിനിടെയും നേരിയ പ്രതീക്ഷ ബ്ലാസ്റ്റേഴ്സിന് ബാക്കിയുണ്ട്. അതെങ്ങനെയെന്ന് നോക്കാം. ആകെ 24 ലീഗ് മത്സരങ്ങളുള്ള സീസണിലെ ശേഷിക്കുന്ന മത്സരങ്ങളിൽ പരമാവധി തോൽവി ഒഴിവാക്കി ജയം നേടുക എന്നത് മാത്രമാണ് പ്ലേ ഓഫിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് മുന്നിലുള്ള ഏക പോംവഴി. ചുരുങ്ങിയത് ഈ സീസണിൽ 30 പോയിന്റെങ്കിലും നേടിയാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിൽ പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ 3 സീസണിലും ആദ്യ 6 സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ടീമുകൾ നേടിയ പോയിന്റിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രതീക്ഷയാണിത്. കഴിഞ്ഞ സീസണിൽ 6ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തത് ചെന്നൈയിൻ FC ആയിരുന്നു. 22 മത്സരങ്ങളിൽ 27 പോയിന്റായിരുന്നു ചെന്നൈയിൻ സ്വന്തമാക്കിയത്. അതിനു മുൻപുള്ള സീസണിൽ 6ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തത് ഒഡീഷ FC 20 മത്സരങ്ങളിൽ നിന്ന് 30 പോയിന്റ് നേടിയാണ്. 2020-21 സീസണിന് ശേഷമുള്ള ഏറ്റവും മോശം പ്രകടനത്തിലൂടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കടന്നുപോകുന്നത്. 2020-21 മാത്രം 20 മത്സരങ്ങളിൽ 3 ജയവും 8 സമനിലയും 9 തോൽവിയുമായി 17 പോയിന്റോടെ 10ാം സ്ഥാനത്തായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.